ആലപ്പുഴ ജില്ലയുടെ തലവര മാറാൻ പോകുന്നു. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ആലപ്പുഴ ജില്ലയുടെ തലവര മാറ്റാൻ പോകുന്ന തീരുമാനത്തിന് പച്ചക്കൊടി വീശി കേന്ദ്ര മന്ത്രിസഭ. അമ്പലപ്പുഴ തുറവൂർ തീരദേശ റെയിൽപാത ഇരട്ടിപ്പിക്കലിന് കേന്ദ്ര അന്തിമാനുമതി നൽകി. സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള തുക കേന്ദ്രം സംസ്ഥാന റവന്യൂ വകുപ്പിന് കൈമാറുന്നതോടെ സ്ഥലം ഏറ്റെടുത്ത് പാത ഇരട്ടിപ്പിക്കുന്ന നടപടികൾ ആരംഭിക്കും. ആലപ്പുഴയുടെ വികസന ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു മുന്നേറ്റത്തിനാണ് അന്തിമ അംഗീകാരം ലഭിച്ചിരിക്കുന്നതെന്ന് ആലപ്പുഴ MP AM ആരിഫ് പറഞ്ഞു. 2.5 വർഷത്തിനുള്ളിൽ കായംകുളം മുതൽ എറണാകുളം വരെയുള്ള തീരദേശ റെയിൽവേ പാത ഇരട്ടിപ്പിക്കൽ പൂർത്തിയാകും. ഇന്ന് കോട്ടയം വഴി മറ്റും സർവീസ് നടത്തുന്ന നിരവധി ട്രെയിനുകൾക്ക് ആലപ്പുഴ വഴി ഓടുന്നതിന് ഇതോടെ അവസരമൊരുങ്ങും. നിരവധി പുതിയ ട്രെയിനുകൾ ഈ റൂട്ടിൽ വരും. ആലപ്പുഴ ടൂറിസം ഡെസ്റ്റിനേഷൻ ഡെവലപ്മെന്റിനും ഇത് സഹായകമാകും. ട്രെയിനുകൾ പലതിനും ആലപ്പുഴയിലെ പല സ്ഥലങ്ങളിലും സ്റ്റോപ്പ് അനുവദിക്കുന്നതിന് സഹായകരമാകുമെന്നും AM ആരിഫ് പറഞ്ഞു. സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുത്തു നൽകിയാൽ മാത്രമേ പാത ഇരട്ടിപ്പിക്കുകയുള്ളൂ എന്നതായിരുന്നു റെയിൽവേ മന്ത്രാലയം നേരത്തെ പറഞ്ഞിരുന്നത്. താങ്കളുടെ സംസ്ഥാനങ്ങളിൽ പോലും സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുത്തു നൽകണമെന്ന നിബന്ധന വെച്ചിരിക്കുകയാണെന്നും BJP മന്ത്രിമാരുടെ മറുപടി. BJP ഭരിക്കുന്ന സ്ഥലങ്ങളിലും അത് നിർബന്ധമാക്കിയിരുന്നു. ആ വ്യവസ്ഥ ഒഴിവാക്കി റെയിൽവേ ബോർഡിന്റെ സ്വന്തം ചെലവിൽ പാത ഇരട്ടിപ്പിക്കാൻ അനുമതി നേടുന്നതിനാണ് നിരന്തരം പരിശ്രമം നടത്തിയതെന്നും ആലപ്പുഴ MP പറയുന്നു. റെയിൽവേ ബോർഡിന്റെ ചിലവിൽ തന്നെ 2660 കോടിയുടെ വികസനമാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. തീരദേശ പാത ഇരട്ടിപ്പിക്കലിന്റെ ആദ്യഘട്ടം ഹരിപ്പാട് അമ്പലപ്പുഴ പാത ഇരട്ടിപ്പിക്കൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. 5000 കോടി രൂപയ്ക്ക് മുകളിൽ ചെലവ് വരുന്ന പദ്ധതിയായതിനാൽ നീതി ആയോഗിന്റെയും കേന്ദ്ര മന്ത്രിസഭയുടെയും അനുമതി ആവശ്യമായിരുന്നു. തുറവൂർ, കുമ്പളം, എറണാകുളം ഭാഗത്തെ സ്ഥലമേറ്റെടുപ്പ് നിലവിൽ പുരോഗമിക്കുകയാണ്. കേന്ദ്ര ഇടക്കാല ബജറ്റിൽ അമ്പലപ്പുഴ തുറവൂർ പാത ഇരട്ടിപ്പിക്കലിന് 500 കോടി രൂപയും അനുവദിച്ചിരുന്നു.